ശരിക്കും പറയാലോ, അനുമോളോട് ഭയങ്കര സഹതാപം തോന്നുവാണ്. കാരണം എന്ന് വെച്ചാൽ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഇപ്പൊ എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തു, ഒറ്റപ്പെടുത്തി, ഉപദ്രവിച്ച് ടോർച്ചർ ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അനുമോൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു ഫീല് സത്യം പറഞ്ഞാൽ അവര് അർഹിക്കുന്നില്ല. അത് 100% പറയാം. ഒരു കയ്യിലെണ്ണാവുന്ന 3, 4, 5 പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് തെറ്റുകൾ ഒഴിച്ചാൽ അനുമോൾ വലിയ അപരാധങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അനുമോളുടേതായ റിയൽ ആയിട്ടുള്ള, ഞാൻ ഓൾവേസ് പറയാറുണ്ട്, അനുമോളുടെ സ്വഭാവം റിയൽ ആയിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അനുമോള് ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പോയിട്ടുണ്ട്. അവിടെ അനുമോൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു അതുപോലെയൊക്കെ തന്നെ ഇവിടെയും അവർ പ്രത്യേകിച്ച് വലിയ സ്ട്രാറ്റജി ഒന്നും കാണിക്കുന്നില്ല. ഓരോന്നിലും പെട്ടുപോകുന്നതാണ്, പെട്ടുപോയി കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഒരാൾ വന്ന് ഒരു ഇത്തിരി എരിപിരി കയറ്റി കൊടുത്താൽ അനുമോളുടെ കൈ ഇരിക്കുന്നതും പോവും, വായിരിക്കുന്നതും പോവും, തലയിരിക്കുന്നതും പോവും. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ആദിലയും നൂറയും അനുമോളെ പോലെ അങ്ങനെ തൊട്ടാ പൊട്ടുന്ന ആൾക്കാരൊന്നും അല്ല. ആദിലയ്ക്കും നൂറയ്ക്കും വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഇതേ കണക്ക് പുറത്ത് ഒട്ടും തന്നെ സപ്പോർട്ടില്ലാത്ത 2 വ്യക്തികൾ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് 2 ഡിഫറെന്റ് മത്സരാർത്ഥികളായിട്ട് പോലും അവർ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അവർക്ക് എത്ര രൂപ കൊടുത്ത് PR കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കും ആദിലയും നൂറയും. പക്ഷേ അവർ പിടിച്ചു നിന്നത് ഈ അനുമോളെ താങ്ങിക്കൊണ്ടാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ആദിലയ്ക്കും നൂറയ്ക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അവർ അനുമോളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അനുമോൾക്ക് കൊടുത്തിട്ടുള്ള, അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ എത്ര പേര് ആദിലയ്ക്കും നൂറയ്ക്കും ഇതേ കട്ട സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്? അവരുടെ വീഡിയോസും പട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്. അതാണ് ഞാൻ ഓൾവേസ് പറയാറുള്ളത്. അതിന്റെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഇപ്പോ ലൈവിൽ ഒരു വലിയ വഴക്ക് നടക്കുകയാണ്. സത്യത്തിൽ ആ വഴക്ക് വളരെ വളരെ നിസ്സാരം, ചീപ്പായിട്ടുള്ള, ഡേർട്ടി ആയിട്ടുള്ള ഒരു വഴക്കാണ്. അതായത് വലിയ വഴക്കിലും പിണക്കത്തിലും ഇരുന്ന സമയത്ത് ആ നൂറ ചായ ഇട്ടായിരുന്നല്ലോ രാവിലെ. അപ്പോൾ ആ ചായ ഇട്ട സമയത്ത് ഈ ചായ അനുമോൾ എടുത്ത് ഷാനവാസുക്കാടെയും അനീഷിന്റെയും ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുത്തു. വളരെ കാഷ്വൽ ആയിട്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും എനിക്ക് ഈ ചായ വേണ്ട, അതിന്റെ പിന്നിൽ എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യണ്ട. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന 2 പേർക്ക് എനിക്ക് ഈ ചായ വേണ്ട, ചായക്ക് കടുപ്പം കൂടുതലാണ്, ഒഴിച്ചു കൊടുക്കും, നമ്മൾ പോകും. അത് ഇന്നാക്ക് ചായ കിട്ടിയോ കിട്ടിയില്ലയോ, അല്ലെങ്കിൽ എൻ്റെ ചങ്കാണ് ആദിലയും നൂറയും, അവർക്ക് ഒഴിച്ചു കൊടുക്കും. ആ നൂറ ചായ ഇട്ടതിന്റെ പേരിൽ തന്നെയാണ് ആ അനുമോൾക്ക് ആ ഒരു വിഷമം ആ സമയത്ത് ഉണ്ടായതും അനുമോൾ ഇറിറ്റേറ്റഡ് ആയതും. പക്ഷെ ആ ഒരൊറ്റ കാര്യത്തിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നൂറ, എസ്പെഷ്യലി നൂറയും ആദിലയും അനുമോളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് വളരെ എന്താ പറയാ, പാത്തറ്റിക് ആണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഈ പറയുന്ന ആദിലയെടുത്തും നൂറയെടുത്തും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശൈത്യ ആയിക്കോട്ടെ, മസ്താനി ആയിക്കോട്ടെ, ഇപ്പൊ ആദില നൂറ ഇവരായിക്കോട്ടെ, അനുമോൾ ആരടുത്ത് കൂടിയിട്ടുണ്ടോ അവരെ കുറിച്ചൊരു പരദൂഷണം പറഞ്ഞ് ഒരിക്കലും അനുമോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അനുമോൾ ആരെയും ബാക്ക് സ്റ്റാബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. മനസ്സുകൊണ്ട് അവര് അത്രത്തോളം ഒരു എന്താ പറയാ, ഒരു ഗുഡ് പേഴ്സൺ ആണ്, ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ട്. അതായത് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടിട്ട് ഇപ്പൊ ഷാനവാസിനെതിരെ പല കംപ്ലൈൻസും പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് മാനിപ്പുലേറ്റർ ആണ്, അക്ബർ കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് അനുമോൾ എവിടെയും അങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. 24 മണിക്കൂർ ലൈവ് കാണുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പറയാം, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആദിലയും നൂറയും ഇപ്പോൾ ഈ കാണിച്ച പലയിടത്തും അനുമോളെ കുറിച്ച് പറയാവുന്നതിന്റെ മാക്സിമം പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും ഇപ്പൊ ഈ പറയുന്ന 2-3 ആഴ്ചകളൊന്നുമല്ല, അതിനു മുൻപും ഈ പറയുന്ന അനുമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അനുമോൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പലപ്പോഴും അക്ബറിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം ഇന്നിപ്പം അനുമോളെ പിടിച്ചിരുത്തി ആദിലയും നൂറയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നീ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിനെങ്കിലും നീ ഒന്ന് സോറി പറയോ, നീ തെറ്റ് അക്സെപ്റ്റ് ചെയ്യോ എന്നൊക്കെ നൂറ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എനിക്കും ഉണ്ട്. അനുമോൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു തെറ്റ്, അനുമോൾ ചെയ്ത തെറ്റുകൾക്ക് ഏതെങ്കിലും ഒന്നിലൊക്കെ അനുമോൾ ഒന്ന് സോറി പറയാം, അക്ബറിനോട് സോറി പറയാം. അക്ബറിന്റെ കാര്യത്തിലാണ് എനിക്ക് അനുമോൾ പറഞ്ഞത് അങ്ങേയറ്റം മോശമായി പോയി എന്നൊരു തോന്നൽ വന്നത്. പിന്നെ നെവിൻ ചെയ്ത പ്രവർത്തിക്ക് കയ്യിൽ മാന്ത് കൊടുത്തത്, അത് ഓഫ് കോഴ്സ് അതും ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ സംഭവിക്കും. കാരണം അനുമോളുടെ പാവ ആ പറയുന്ന പാൻസിന്റെ ഇടയിൽ നിന്ന്, കാലിന്റെ ഒക്കെ ഇടയിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ട് പോയാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അന്നേരം കടിക്കാൻ തോന്നും, ചിലപ്പോൾ മാന്താൻ തോന്നും, അത് സംഭവിച്ചു പോകും. പക്ഷെ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നവരാണെങ്കിൽ അത് പറയാം. അതായത് ഈ പറഞ്ഞ നെവിനും അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ സോറി പറയാം. പക്ഷെ അക്ബറിന്റെ കാര്യത്തിൽ അക്ബർ സോറി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, അത്രയും വലിയൊരു അലിഗേഷൻ താൻ നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കി ഒരു സോറി പറയാവുന്നതായിരുന്നു. പിന്നെ ആദില നൂറ ഇവർക്ക് സോറി പറയേണ്ട കാര്യമില്ല, ഇവര് കൂടെ നിന്ന് താങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ അനുമോളെ ആവശ്യവും ഉണ്ട്, എന്നാൽ അനുമോളെ കൂടെ ഒരുപാട് നാൾ നിർത്താനും പറ്റത്തില്ല, അവസാനം തറയെ കളയുകയും വേണം.
അതാണ് ആദിലയും നൂറയും ചെയ്യുന്നത്. പക്ഷെ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്. അതൊരിക്കലും ആദിലയും നൂറയും ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരുടെ ഗെയിം സ്ട്രാറ്റജി അത് അറിഞ്ഞ് ചെയ്യാൻ, അത് അറിഞ്ഞ് കളിക്കാൻ അനുമോൾക്ക് കഴിവില്ല. അപ്പൊ ഏതായാലും ശരി, ഈ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 3 ദിവസമായിട്ട് അനുമോൾ ശരിക്കും ട്രാപ്പായി, ഭയങ്കരമായിട്ടും ട്രാപ്പിൽ പെട്ടു. ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും എടുത്തില്ലെങ്കിലും അങ്ങേയറ്റം ശരിക്കും ഒറ്റപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത്, ജനുവിൻലി ഒറ്റപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാൻ പോയി വരാം. ബൈ.